ഏഴുവിളക്കിൻ നടുവിൽ ശോഭ പൂർണ്ണനായി മാറത്തു പൊൻകച്ച അണിഞ്ഞും കാണുന്നേശുവേ ഏഴുവിളക്കിൻ നടുവിൽ ശോഭ പൂർണ്ണനായി മാറത്തു പൊൻകച്ച അണിഞ്ഞും കാണുന്നേശുവേ ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. ഓ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. നിന്റെ രൂപവും ഭാവവും എന്നിൽ ആകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. നിന്റെ രൂപവും ഭാവവും എന്നിൽ ആകട്ടെ. ഓ നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. ഓ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രം യേശുവേ. ഓ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ. ഇഷ്ടങ്ങളൊന്നുമേ എൻ്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ട യേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. എൻ്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ വേണ്ട യേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ആദ്യനും
ആദ്യനും ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. ഓ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യൻ യേശുവേ. ആദ്യനും അന്ത്യനും ആദ്യനും അന്ത്യനും നീ മാത്രം യേശുവേ. സർവസ്തുതികൾക്കും സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യൻ യേശുവേ. രക്ഷകൻ, നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആലംബവും ഓ നീ എൻ ദൈവം. പാടിയാട്ട് ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. കർത്താവേ, ഞങ്ങളെ ആരാധിക്കുന്നേ, സേവിച്ചിടും ഞാൻ എൻ സർവവുമായി. ആടിയനീതാ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. തേടും നിൻമുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ എൻ സർവവുമായി. ആടിയനീതാ Yeah.
ആശ്വാസവും, നീ എൻ്റെ ആശ്വാസവും, നീ എൻ്റെ മറവിടം, നീ എൻ്റെ മറവിടവും, നീ എൻ ദൈവം, നീ എൻ ദൈവം, നീ എൻ്റെ പാലകനും, ഓ നീ എൻ്റെ ആശ്വാസവും, നീ എൻ മറവിടം, നീ എൻ്റെ മറവിടവും, എൻ ദൈവമേ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ എൻ സർവവുമായി ആടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം യേശുവേ, സേവിച്ചിടും ഞാൻ എൻ സർവവുമായി ആടിയനിതാ. ആടിയനിതാ ദേവാ, ആടിയനിതാ ദേവാ, ആടിയനിതാ ദേവാ, ആടിയനിതാ, ആടിയനിതാ ദേവാ, ആടിയനിതാ ദേവാ, ആടിയനിതാ ദേവാ, ആടിയനിതാ, ആടിയനിതാ ദേവാ, ആടിയനിതാ ദേവാ, ആടിയനിതാ ദേവാ, ആടിയനിതാ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, അമ്മയേകിടും സ്നേഹത്തെക്കാൾ ലോകം നൽകിയിടും സ്നേഹത്തെക്കാൾ. നിത്യസ്നേഹത്താൽ, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, അമ്മയേകിടും സ്നേഹത്തെക്കാൾ ലോകം നൽകിയിടും സ്നേഹത്തെക്കാൾ. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. അമ്മയേകിടും സ്നേഹത്തെക്കാൾ ലോകം നൽകിയിടും സ്നേഹത്തെക്കാൾ. അത് രുചിച്ചറിഞ്ഞവർ പറഞ്ഞാട്ടെ. അമ്മയേകിടും സ്നേഹത്തെക്കാൾ ലോകം നൽകിയിടും സ്നേഹത്തെക്കാൾ. അമ്മയേകിടും, അമ്മയേകിടും സ്നേഹത്തെക്കാൾ
വലിയ സ്നേഹം, എത്ര വലിയ സ്നേഹം! അമ്മ സ്നേഹിക്കുന്നതിനേക്കാൾ ആഴമായി സ്നേഹിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ നാം ആയിരിക്കുന്നു. ഇന്ന് പകൽ നമ്മൾ ഇവിടെ ആയിരിക്കുന്നതും ആ സ്നേഹം ഒന്ന് മുഖാന്തരമാണ്. ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് പറഞ്ഞിട്ട്, കർത്താവെ, ഒരു സമർപ്പണത്തോടെ ഞാൻ കടന്നു വരികയാണ്. ഒരു സമർപ്പണത്തോടെ, അടിയനിതാ ദേവ, അടിയനിതാ ദേവ, അടിയനെ സഹായിക്കണമേ. അങ്ങാണ് എൻ്റെ മറവിടം, അങ്ങാണ് എൻ്റെ സങ്കേതം. അങ്ങേ കൂടാതെ എനിക്കൊരു നന്മയുമില്ല കർത്താവേ. അങ്ങേ കൂടാതെ മറ്റൊരു ആശ്രയം എനിക്കില്ല കർത്താവേ. എൻ്റെ അടുത്തിരിക്കുന്നവർ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ സ്നേഹിതർ എല്ലാവരും മാറിപ്പോകും. പക്ഷേ അമ്മ സ്നേഹിക്കുന്നതിനേക്കാളും ആഴമായി എന്നെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമുണ്ട്. അത് എൻ്റെ ഈ ദൈവത്തിൻ്റെ സ്നേഹമാണ് കർത്താവേ. എപ്പോഴെങ്കിലും എൻ്റെ ജീവിതത്തിൽ അങ്ങയോടുള്ള കടപ്പാട്, അങ്ങയോടുള്ള സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കണമേ. ആ സ്നേഹത്തിലേക്ക് എന്നെ ഒന്ന് തിരികെ കൊണ്ടുവരണമേ കർത്താവെ. ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവ്, ഒരു സമർപ്പണത്തോടെ എൻ്റെ മനസ്സിനെ, എൻ്റെ ചിന്തകളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഞങ്ങളെ സഹായിക്കണമേ. ഒരു പുതുബലം എന്നിൽ പകരണമേ കർത്താവെ. ആ ആത്മശക്തി എൻ്റെ മേൽ അയക്കണമേ കർത്താവെ. ആ ക്രൂശിലേക്ക് നോക്കി ഒന്ന് സമർപ്പണത്തോടെ കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചാട്ട് ഈ പകൽ എൻ്റെ വിടുതലിൻ്റെ, എൻ്റെ രക്ഷയുടെ, എൻ്റെ സന്തോഷത്തിൻ്റെ പകലാക്കി മാറ്റണമേ കർത്താവ്. എനിക്കെതിരായി വരുന്ന സകലത്തെയും ജയിച്ച് അങ്ങയോട് ചേർന്ന് നടക്കുന്ന ഒരു പകലാക്കി, തുടർന്നുള്ള നാളുകൾ അങ്ങയോട് ആഴമായി ചേർന്ന് നടക്കുന്ന ദിവസങ്ങളായി മാറത്തക്ക വിധത്തിൽ എന്നിലൊരു മാറ്റം ഉണ്ടാകുന്ന ദിവസമാക്കി ഇന്നത്തെ ആരാധനയെ അങ്ങ് മാറ്റണമേ കർത്താവേ. കർത്താവ്, പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ ആരാധിച്ചപ്പോൾ വലിയ ഭൂകമ്പം ഉണ്ടായതുപോലെ, അവർ ഇരുന്ന സ്ഥലം കുലുങ്ങിയതുപോലെ, യേശുവെ, സഭ ഒരുമിച്ച് ആരാധിച്ചപ്പോൾ അവർ ഇരുന്ന് പ്രാർത്ഥിച്ച ഇടം കുലുങ്ങിയതുപോലെ, അവർ ധൈര്യപ്പെട്ടതുപോലെ കർത്താവേ, ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ, ഇന്ന് ഞങ്ങളുടെ ആരാധനയിൽ സ്വർഗം ചലിക്കുന്ന പകലായി മാറട്ടെ. ധൈര്യമുള്ളവരായി ഞങ്ങൾ മാറട്ടെ കർത്താവേ. ദൈവത്തിൽ ചേർന്ന് നടക്കുന്നവരായി മാറട്ടെ. അടിമത്തത്തിൽ നിന്ന് പുറത്തു വന്ന ജനത്തെ കണ്ടപ്പോൾ ചെങ്കടൽ വഴി മാറിയതുപോലെ, അവരെ കണ്ടപ്പോൾ അവരുടെ കാല് ചവിട്ടിയപ്പോൾ യോർദാൻ പിൻവാങ്ങിയതുപോലെ, അവരെ കണ്ടപ്പോൾ പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെയും കുന്നുകൾ കുഞ്ഞാടുകളെ പോലെ തുള്ളിയെന്ന് വായിക്കുന്നത് പോലെ, ദൈവം അടിമത്തത്തിൽ നിന്ന് പുറപ്പെടുവിച്ച, ദൈവം മുന്നമേ നടക്കുന്ന, ദൈവം കൂടെയുള്ള ജനത്തിന്റെ മുമ്പിൽ സകലതും വഴിമാറിപ്പോകും, സകലതും വഴിമാറിപ്പോകും. ഇന്ന് പകൽ ഞങ്ങൾ ആരാധിക്കുമ്പോൾ ശരീരത്തിലുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ, ക്ഷീണങ്ങൾ മാറിപ്പോകട്ടെ. ഞങ്ങളെ കാണുമ്പോൾ, ജനത്തെ കണ്ടപ്പോൾ ചെങ്കടൽ വഴിമാറി എന്ന് വായിക്കുന്നുവെങ്കിൽ, ഞങ്ങളെ കാണുമ്പോൾ, ഞങ്ങളുടെ ഉള്ളിലെ ദൈവത്തെ കാണുമ്പോൾ, ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന തടസ്സങ്ങൾ, രോഗങ്ങൾ, ശാപങ്ങൾ, ശത്രുവിന്റെ തന്ത്രങ്ങൾ മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ. ക്രൂശിൽ സകലത്തിന്മേലും ഞങ്ങൾക്ക് ജയത്തെ തന്നൊരു ദൈവമുണ്ടല്ലോ. ക്രൂശിന്മേൽ ഞങ്ങൾക്ക് സകലത്തിന്മേലും ജയത്തെ തന്നൊരു ദൈവമുണ്ടല്ലോ. ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നത് മാറിപ്പോകട്ടെ, ശരീരത്തെ ക്ഷീണിപ്പിക്കുന്നത് മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു വീഴട്ടെ, എല്ലാ രോഗങ്ങളും അഴിഞ്ഞു മാറട്ടെ. ദൈവ പ്രവർത്തികൾ വെളിപ്പെടട്ടെ, ദൈവ പ്രവർത്തികൾ വെളിപ്പെടട്ടെ. ഉള്ളത് സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. ഞാൻ എൻ്റെ സമാധാനം തന്നേച്ചു പോകുന്നുവെന്ന് പറഞ്ഞ കർത്താവേ, ആ സമാധാനം ഉള്ളിൽ വാഴട്ടെ, ആ സമാധാനം ഉള്ളിൽ വാഴട്ടെ. ശത്രു എടുത്തുകൊണ്ട് പോകുവാൻ ശ്രമിക്കുന്നതിനെ ഞങ്ങൾ സഭയായി ഒരുമിച്ച് ഇന്ന് അമർച്ച ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അതിനുമേൽ ജയത്തെ കൽപ്പിക്കുന്നു. അത് വിശ്വസിക്കുന്നവരുടെ കരങ്ങളൊക്കെ ഒന്ന് ചേർത്തടിച്ച വചനത്തെ സ്വീകരിച്ചാട്ടെ. ഇന്ന് ജയമുണ്ട്, 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 ജയമുണ്ട്. ദൈവം കൂടെയുള്ളത് കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ മിടുക്ക് കൊണ്ടല്ല, എൻ്റെ കർത്താവ് കൂടെയുള്ളത് കൊണ്ട് ജയമുണ്ട്. ജനത്തെ കണ്ടപ്പോൾ സമുദ്രം പിൻവാങ്ങിയതുപോലെ, ജനത്തെ കണ്ടപ്പോൾ അവർ കാല് ചവിട്ടിയപ്പോൾ യോർദാൻ പിൻവാങ്ങിയതുപോലെ, ഇന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ വഴിമാറുന്ന പകലായി മാറട്ടെ. രോഗങ്ങളോട് ഞങ്ങൾ കീഴടങ്ങുവാൻ കൽപ്പിക്കുന്നു. ഓ ജീസസ്, ജീസസ്, ഇന്ന് ഞങ്ങൾ സന്തോഷത്തോടെ, ഇന്ന് ഞങ്ങൾ ആനന്ദത്തോടെ ഞങ്ങളുടെ സന്നിധിയിൽ കടന്നു വരുന്നേ. സന്തോഷത്തോടെ, ഉല്ലാസത്തോടെ, ജയത്തിന്റെ ഘോഷത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുന്നേ. ഞങ്ങളുടെ ഭവനങ്ങളുടെ
മുകളിൽ യഹോവ നിസി എന്നുള്ള ജയഘോടി പാറട്ടെ. ഞങ്ങളുടെ ഭവനങ്ങളിന്മേൽ യഹോവ നിസി എന്ന ജയഘോടി പാറട്ടെ. തോറ്റുപോകുന്നവരുടെ കൂട്ടത്തിലല്ല. യഹോവ നിസി, യഹോവ നിസി, യഹോവ നിസി, യഹോവ നിസി, യഹോവ നിസി, യഹോവ നിസി. ആ കൊടി ഇന്ന് ഞങ്ങളുടെ ഭവനങ്ങളുടെ മുകളിൽ പാറട്ടെ. ശത്രു അത് കാണട്ടെ, ശത്രു അത് കാണട്ടെ, ശത്രു അത് കാണട്ടെ. യഹോവ നിസി, യഹോവ നിസി, ഓ യഹോവ നിസി. ജയഘോടി, ജയത്തിന്റെ കൊടി പാറട്ടെ. തോറ്റവരുടെ കൂട്ടത്തിലല്ല, ജയിച്ച് കയറിയവരുടെ കൂട്ടത്തിൽ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ കർത്താവേ, അത് സംഭവിക്കട്ടെ കർത്താവേ, സംഭവിക്കട്ടെ കർത്താവേ. ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോയെടുത്ത് ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. വെള്ളിയും പൊന്നും എനിക്കുന്നില്ല, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് നടന്നതുപോലെ യേശുവിന്റെ നാമത്തിൽ ജയത്തെ കൽപ്പിക്കുന്നു. We thank you Jesus. Hallelujah. സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ. സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. ഹല്ലേലൂയ. സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ. സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. സകലത്തെയും സൃഷ്ടി ചെയ്തവനെ, സകലത്തിനും പരിപാലകനെ. സകലത്തെയും സൃഷ്ടി ചെയ്തവനെ, സകലത്തെയും പരിപാലകനെ. സകലരിലും പരമോന്നതനെ, സർവശക്തനും സർവജ്ഞാനിയും നീ. സകലരിലും പരമോന്നതനെ, സർവജ്ഞാനിയും നീ. ഹല്ലേലൂയ. സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ. പാടിടും വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധരെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. പരിശുദ്ധരെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. കരുണയും ദയയും ഉള്ളവനെ, മനസ്സലിയും മഹാപ്രഭുവേ. കരുണയും ദയയും ഉള്ളവനെ, മനസ്സലിയുന്ന. കരുണയും ദയയും, കരുണയും ദയയും ഉള്ളവനെ, മനസ്സലിയുന്ന മഹാപ്രഭുവേ. കരുണയും ദയയും ഉള്ളവനെ, മനസ്സലിയുന്ന മഹാപ്രഭുവേ. വാത്സല്യത്തോടെന്നെ ചേർത്തവനെ, മാറാത്ത സ്നേഹം പകർന്നവനെ. വാത്സല്യത്തോടെന്നെ ചേർത്തവനെ,
മനസ്സലിയും മഹാപ്രഭുവേ കരുണയും കരുണാസമ്പന്നനേ ദയാലുവേ മനസ്സലിഞ്ഞവനേ വാത്സല്യത്തോടെ ചേർത്തവനേ മാറാത്ത സ്നേഹം പകർന്നവനേ വാത്സല്യത്തോടെ ചേർത്തവനേ മാറാത്ത സ്നേഹം കരുണയും ദയയും ഉള്ളവനേ മനസ്സലിയും മഹാപ്രഭുവേ കരുണയും ദയയും ഉള്ളവനേ മനസ്സലിയും മഹാപ്രഭുവേ വാത്സല്യത്തോടെ ചേർത്തവനേ മാറാത്ത സ്നേഹം പകർന്നവനേ വാത്സല്യത്തോടെ ചേർത്തവനേ മാറാത്ത സ്നേഹം പകർന്നവനേ ക്രൂശു ചുമന്നു തളർന്നെനിക്കായി ഘോരമശിക്ഷയതേറ്റെനിക്കായി ക്രൂശു ചുമന്നു തളർന്നെനിക്കായി ഘോരമശിക്ഷയതേറ്റെനിക്കായി മുൾമുടി ചൂടിയതും എനിക്കായി ജീവനെ നൽകിയതും എനിക്കായി മുൾമുടി ചൂടിയതും എനിക്കായി ജീവനെ നൽകിയതും ക്രൂശു ചുമന്നു തളർന്നെനിക്കായി ഘോരമശിക്ഷ അതേറ്റെനിക്കായി ക്രൂശു ചുമന്നു തളർന്നെനിക്കായി ഘോരമശിക്ഷ ക്രൂശു ചുമന്നു തളർന്നെനിക്കായി ഘോരമശിക്ഷ അതേറ്റെനിക്കായി ക്രൂശു ചുമന്നു തളർന്നെനിക്കായി ഘോരമശിക്ഷ മുൾമുടി ചൂടിയതും ജീവനെ നൽകിയതും എനിക്കായി മുൾമുടി ചൂടിയതും എനിക്കായി ജീവനെ നൽകിയതും എനിക്കായി ക്രൂശു ചുമന്നു തളർന്നെനിക്കായി ഘോരമശിക്ഷയതേറ്റെനിക്കായി ക്രൂശു ചുമന്നു വീണും എഴുന്നേറ്റും ക്രൂശു ചുമന്ന് തളർന്ന കർത്താവിന്റെ ആ യാഗത്താൽ നമുക്ക് ജയമുണ്ടല്ലോ മുൾമുടി ചൂടിയതും എനിക്കായി ജീവനെ നൽകിയതും എനിക്കായി മുൾമുടി ചൂടിയതും എനിക്കായി ജീവനെ നൽകിയതും എനിക്കായി പാടിടും ഞാൻ വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ ഹല്ലേലൂയാ സ്തുതി പാടിടും ഞാൻ വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ പരിശുദ്ധരേ കരുണാനിധിയേ സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ പരിശുദ്ധരേ കരുണാനിധിയേ സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ പരിശുദ്ധരേ കരുണാനിധിയേ സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ യഹോവ റാഫയായവൻ, യഹോവ നിസ്സിയായവൻ, യഹോവ ഇരയായവൻ, എന്നോട് കൂടെയുള്ളവൻ. നന്ദി 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 നന്ദി.
യേശുവേ, കരുണയും ദയയുമുള്ളവനെ, മനസ്സലിയുന്ന മഹാപ്രഭുവേ, ക്രൂശ് ചുമന്ന് തളർന്നെനിക്കായി, ഘോരമ ശിക്ഷയതേറ്റെനിക്കായി, മുൾമുടി ചൂടിയതും എനിക്കായി, ജീവനെ നൽകിയതും എനിക്കായി. നന്ദിയപ്പായേ, 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 നന്ദിയപ്പായേ. എനിക്കായി സഹിച്ചതിനായി, എന്നെ വീണ്ടെടുത്തതിനായി നന്ദിയപ്പായേ. യാഗമായവനെ, സകലത്തിന്മേലും ജയം കൊണ്ടാടിയവനെ, ശത്രുവിന്റെ ആയുധവർഗം വെപ്പിച്ച് എന്നെ സർവായുധവർഗം ധരിപ്പിച്ചവനെ, ശത്രുവിനെ കീഴ്പ്പെടുത്തി അവന്റെ ആയുധവർഗത്തെ വാങ്ങി എനിക്ക് സർവായുധങ്ങളെ നൽകിയവനെ, അങ്ങേക്ക് ആരാധന. പരിശുദ്ധാത്മാവേ, രോഗികൾ സൗഖ്യമാകട്ടെ, ക്ഷീണങ്ങൾ മാറിപ്പോകട്ടെ, സന്തോഷ വസ്ത്രം ഉടുപ്പിക്കണമേ, നിരാശകൾ മാറിപ്പോകട്ടെ, എല്ലാ അലർജി പ്രോബ്ലംസും മാറിപ്പോകട്ടെ, എല്ലാ അലർജിക് പ്രോബ്ലംസും മാറിപ്പോകട്ടെ, എല്ലാ ക്ഷീണങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ പ്രയാസങ്ങളും മാറിപ്പോകട്ടെ, ശരീരവും മനസ്സും ബലപ്പെട്ടിരിക്കട്ടെ. കർത്താവേ, ബലപ്പെടുത്തണം, ജീവിപ്പിക്കുന്ന ആത്മാവേ, ഇവിടെ വെളിപ്പെട്ടിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിൽ അത് സംഭവിക്കട്ടപ്പ. കാൽവരിയിൽ വൈരികളിൻ ആയുധം നിർവീര്യമായി, അടിപ്പിണരിൽ വ്യാധികളിൻ വേരുകൾ നിർജീവമായി, കാൽവരിയിൽ വൈരികളിൻ ആയുധം നിർവീര്യമായി, അടിപ്പിണരിൽ വ്യാധികളിൻ വേരുകൾ നിർജീവമായി, ക്രൂശിൽ മുഴങ്ങിയ വിജയോത്സവം, യേശു കർത്താവ് രക്ഷനായകൻ, ക്രൂശിൽ മുഴങ്ങിയ വിജയോത്സവം, യേശു കർത്താവ് രക്ഷനായകൻ, സർവസൈന്യാധിപൻ യേശു, സർവാധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു, സർവസൈന്യാധിപൻ യേശു, സർവാധികാരിയാം യേശു, സർവനാമത്തിനും മേലെ സർവശക്തനാകും യേശു. ദേശം തുറന്നിടും, വഴി ഒരുക്കിടും. പാദപീഠത്തിൽ പ്രാർത്ഥനപൂർവം ഇന്ന് പകലും അടുത്തു വന്നിരിക്കുമ്പോൾ, ഇന്ന് പകൽ കർത്താവ് നമ്മുടെ മധ്യ ഉണ്ടെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ജീസസ്, കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യയുണ്ട്. ശക്തമായ ആരാധന ഇന്ന് പകലും ഇവിടെ ഉയർന്നല്ലോ. വലിയ ദൈവപ്രവൃത്തി നമ്മുടെ മധ്യയെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എത്ര പേർക്ക് അത് ഉറപ്പുണ്ട്? ജീസസ്, നമ്മുടെ ഓരോ മീറ്റിങ്ങുകളും വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതാകണം. കർത്താവിൻ്റെ നാമം മഹിമപ്പെടുന്നതായിരിക്കണം. വളരെ പ്രാർത്ഥനാപൂർവം നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കാം.
എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ നിന്ന് വളരെ സുപരിതവും പലപ്പോഴും നാം ചിന്തിക്കുന്നതുമായ ഒരു ചിന്തയാണ് ഞാനിവിടെ പലപ്പോഴും എടുത്ത് ഓർപ്പിക്കുന്ന ഒരു വചനമാണ്. ഇന്ന് പകല് പ്രത്യേകിച്ച് കഴിഞ്ഞ ഞായറാഴ്ച നാം ഓർപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു തുടർ ചിന്തയും ആയിരിക്കും നമ്മൾ ചിന്തിപ്പാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. എബ്രായർക്കെഴുതിയ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ നിന്നും, എബ്രായ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, ഹീബ്രു, the epistle of Hebrew chapter 3 verse 1. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവീൻ. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവീൻ. എനിക്കൊത്തിരി താല്പര്യമുള്ളതും പലപ്പോഴും എന്നെ ബലപ്പെടുത്തുന്നതുമായ ദൈവവചനമാണ് ഇത്. എത്ര ശുശ്രൂഷിച്ചാലും ഇതിനകത്തെ ആശയങ്ങൾ തീരുകയില്ല. ആ ഒരൊറ്റ വാക്യത്തിൽ മാത്രം. ഏറ്റവും കാതലായ ഒരു വിഷയം അതുകൊണ്ട് എന്നൊരു പദം അവിടെ കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ സഹോദരന്മാരെ എന്ന് കൊടുത്തിട്ടുണ്ട്. യെസ്, ചില ട്രാൻസ്ലേഷൻ പരിശോധിക്കുമ്പോൾ therefore holy brothers and sisters എന്ന് കാണുന്നുണ്ട്. അപ്പൊ സഹോദരിമാർക്കും ആശ്വസിക്കുവാനായിട്ടുണ്ട്. സ്തോത്രം. വിശുദ്ധ സഹോദരന്മാരെ, വിശുദ്ധ സഹോദരിമാരെ എന്നുള്ള പരാമർശവും ആ വാക്യത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തീർന്നില്ല. എടുത്ത ഈ വചനങ്ങളിലൊക്കെ ഓർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളാണ്. വിശുദ്ധ സഹോദരന്മാര്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, അടുത്തത് മഹാപുരോഹിതൻ അപ്പോസ്തലനായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. പ്രധാനമായും യേശു കർത്താവിനെ അവിടെ ഉയർത്തുന്നു. യേശു കർത്താവിനെ ഉയർത്തുമ്പോൾ തന്നെ ശ്രദ്ധിച്ചു നോക്കുക എന്നൊരു പദം അവിടെ കാണുന്നുണ്ട്. ശ്രദ്ധിച്ച് നോക്കുക. വിശ്വാസ മക്കളെ കുറിച്ച് പറഞ്ഞു. അവരാരാണ്? അവരെ വിശുദ്ധ സഹോദരന്മാരാണ്, വിശുദ്ധ സഹോദരിമാരാണ്. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായവരാണ്. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ്. ഭയങ്കര ആശയമുള്ള ഒരു പദം, ഭയങ്കര അർത്ഥവത്തായ ഒരു ചിന്ത. നാം ആരാണെന്നുള്ള ബോധ്യം അവിടെ നമ്മെ പഠിപ്പിച്ചെടുക്കുന്നു. ഞാൻ ആ ഭാഗങ്ങൾ വിശദമാക്കുന്നില്ല. ഒന്ന്, വിശുദ്ധ സഹോദരന്മാർ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ച്, ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട്, ഒരു വാക്ക് കടത്തി പറഞ്ഞാൽ ഒരു യാഗത്തിന് വേണ്ടി, യാഗമർപ്പിക്കുവാൻ വേണ്ടി ഒരുക്കപ്പെട്ട ഒരു മൃഗം. അത് ഊനമില്ലാത്തതായിരിക്കണം, അത് പെർഫെക്റ്റ് ആയിരിക്കണം, അതിനെ കേടുവരാൻ പാടില്ല, അതിൻ്റെ അവയവങ്ങൾ ഒടിഞ്ഞതാകരുത്, ഊനമില്ലാത്തതായിരിക്കണം, കണ്ണു പൊട്ടിയതാകരുത് എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി വേർതിരിക്കുന്നത് ഒരുക്കമുള്ളതായിരിക്കണമെങ്കിൽ ഒരു ദൈവ പൈതൽ എങ്ങനെയായിരിക്കണമെന്നാണ് അവിടെ കാണിക്കുന്നത്. ഒരു ദൈവ പൈതൽ ഒരുക്കമുള്ളയാളായിരിക്കണം, വേർതിരിക്കപ്പെട്ടയാളായിരിക്കണം. ഹഗിയോസ്, വിശുദ്ധ, ആ പദമാണ്. വിശുദ്ധ സഹോദരന്മാർ വിശുദ്ധമായിരിക്കണം, വിശുദ്ധമായിരിക്കണം. ആ പദം അങ്ങനെ നിൽക്കട്ടെ. രണ്ടാമത് പറഞ്ഞു, സ്വർഗീയ വിളിക്ക്
ഓഹരിക്കാർ വലിയൊരു വിഷയം. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ. അവിടെയും മെറ്റാക്കോയി എന്നുള്ളൊരു പദം മുമ്പ് ഞാൻ ഓർപ്പിച്ചു. വിശുദ്ധ സഹോദരന്മാർ ഹഗിയോസ്, ഒരു കാര്യത്തിന് വേണ്ടി പ്രത്യേകമായി വേർതിരിക്കപ്പെട്ടെ. അപ്പം ദൈവമക്കളുടെ പദവി മനസ്സിലായോ? ഒരു കാര്യത്തിന് വേണ്ടി പ്രത്യേകമായി ഒരുക്കി വെച്ചിരിക്കുന്നവരാണ് വിശുദ്ധ സഹോദരന്മാർ. വിശുദ്ധ സഹോദരന്മാരെ വിളിച്ച വിളി, അത് സ്വർഗീയ വിളി. സ്വർഗീയ വിളിക്ക് ആദരിക്കാനായി വേർതിരിച്ചു നിർത്തിയിരിക്കുകയാണ്. വലിയൊരു പദവി ദൈവം അവിടെ നൽകിയിരിക്കുന്നു. എന്തിനെ വിളിച്ചു എന്നുള്ള ആ ചിന്തയിലേക്ക് ഞാൻ വരുന്നില്ല. നമ്മുടെ ആ പദവി നാം മനസ്സിലാക്കി. ഞാൻ ഈ ചിന്ത ഇന്ന് പറയുവാനുള്ള ഏറ്റവും പ്രധാന കാരണം, കഴിഞ്ഞ സൺഡേയിൽ മെസ്സേജ് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ പിടിച്ച് ചിന്തിപ്പിച്ചതും ഞാൻ ചില കാര്യങ്ങൾ മാത്രം എടുത്തു പറഞ്ഞതാണ്. ഈസ് ഏബിൾ ടു ഹെൽപ്പ്. എന്തുകൊണ്ട് നമുക്ക് കർത്താവുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടാൻ കഴിയും? നമ്മുടെ കർത്താവ് നമ്മെ സഹായിപ്പാൻ മതിയായ ദൈവമാണ്. സഹായിപ്പാൻ കഴിവുള്ള ഒരു സുഹൃത്തിനെ പോലെ നമുക്കുള്ളത് കൊണ്ട് സ്തോത്രം. കർത്താവുമായി നമുക്ക് ഫ്രണ്ട്ഷിപ്പ്, സഖത്വം കൂടുവാനായിട്ട് കഴിയും. രഹസ്യങ്ങൾ കർത്താവ് നമ്മളോട് കൈമാറും. അവൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചതിന്റെ തുടർച്ച തന്നെ. യഹോവ ഭക്തൻ, അവൻ വിശുദ്ധനാണ്. യഹോവ ഭക്തൻ വേർതിരിക്കപ്പെട്ടവനാണ്. അങ്ങനല്ലേ നാം വായിച്ചത്? 25-ാം സങ്കീർത്തനത്തിൽ യഹോവ ഭക്തനായ പുരുഷൻ ആർ? അവനെ ദൈവം തനിക്ക് വേർതിരിച്ചിരിക്കുകയാണ്. പ്രത്യേക കാര്യത്തിന് വേണ്ടി വേർതിരിച്ചിരിക്കുകയാണ്. ആ ചിന്തയുടെ തുടർച്ച വിശുദ്ധ സഹോദരന്മാരെ വിശുദ്ധമായത് കർത്താവിന് വേർതിരിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാ കർത്താവുമായി നമുക്ക് ഫ്രണ്ട്ഷിപ്പ് കൂടുവാൻ കഴിയും എന്ന് പറയുന്നത്. ഞാൻ ആ രണ്ട് പദം എടുത്തു കാണിക്കുന്നു. ഒന്ന് വിശുദ്ധ സഹോദരന്മാർ, രണ്ട് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ. ഓരോ പദങ്ങൾ എടുത്ത് പിന്നീട് വിശദമാക്കാം സാവകാശം പോലെ. എന്നാൽ ഇതിനകത്തെ ഒരു പ്രധാന വിഷയം, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. എന്താണ്? യേശു കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കുക. ഞാൻ പല ട്രാൻസ്ലേഷനിൽ ആ പദം ഇങ്ങനെ ഒന്ന് ശ്രദ്ധിപ്പാനായിട്ടിടയായി തീർന്നു. അവിടെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: മനസ്സു പതറാതെ യേശുവിനെ ശ്രദ്ധിക്കുക. ചില ട്രാൻസ്ലേഷനിൽ അങ്ങനെ കാണുന്നു. മറ്റൊന്ന്, യേശുവിനെ കുറിച്ച് ചിന്തിക്കുക. യേശുവിനെ കുറിച്ച് ചിന്തിക്കുക. എനിക്ക് ആ പദം ഏറ്റവും ശ്രദ്ധേയമായി തോന്നി. ഏറ്റവും സിമ്പിൾ ട്രാൻസ്ലേഷനാണ് POC ബൈബിൾ. അവിടെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. POC ബൈബിളിൽ നാം ഏറ്റുപറയുന്ന വിശ്വാസത്തിന്റെ അപ്പോസ്തലനും ശ്രേഷ്ഠ പുരോഹിതനുമായ യേശുവിനെ പറ്റി ചിന്തിക്കുവീൻ, ശ്രദ്ധിച്ചു നോക്കുവീൻ എന്നതിനേക്കാൾ അല്പം കൂടി ഗൗരവമായ പദമാണ് യേശുവിനെ പറ്റി ചിന്തിക്കുവീൻ. ഈ ശബ്ദം ഇന്ന് ഒരു വലിയ ചലനമുണ്ടാക്കണം. അന്തർഭാഗത്ത്, ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഇന്ന് പകൽ ഒരു വലിയ മാറ്റമുണ്ടാക്കണം. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായി തീരണം. ചിന്താമണ്ഡലത്തിൽ ഭാരപ്പെട്ട് വ്യാകുലപ്പെട്ടിരിക്കുമ്പോൾ മനമേ പതറിപ്പോകരുത്, മനസ്സിടറിപ്പോകരുത്. വചനം അസന്നിഗ്ധമായി അതിശക്തമായിട്ട് പറയുന്നു, വിശുദ്ധ സഹോദരന്മാരാണോ, വേർതിരിക്കപ്പെട്ട ഹാഗിയോസാണോ, കർത്താവിന് വേണ്ടി ഒരുക്കപ്പെട്ട ദൈവ ജനമാണോ, അവര് കർത്താവിനെ കുറിച്ച് ചിന്തിക്കുക.
രണ്ട് സ്വർഗീയ വിളിക്കാരാണോ? കർത്താവ് നമ്മെ വിളിച്ചെന്നുറപ്പുണ്ടോ? ദൈവം എന്നെ വിളിച്ചെന്നുറപ്പുണ്ടോ? അവര് പതറിപ്പോകരുത്, അവര് ക്ഷീണിച്ചു പോകരുത്, അവര് തളർന്നു പോകരുത്, വ്യാകുലപ്പെട്ട് ചിന്തിച്ച് മനസ്സ് പതറിപ്പോകരുത്. കർത്താവ് തന്നെ പറഞ്ഞു, ഒന്നിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. വിചാരപ്പെടാൻ തുടങ്ങിയാൽ അതിനൊരു അവസാനം നമുക്കില്ല. കർത്താവ് തന്നെ ഓർപ്പിച്ച വാക്കുകളാണത്. അതിനോട് കൂട്ടുവാനോ കുറയ്ക്കുവാനോ നമുക്ക് കഴിയത്തില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു നിർത്തുമ്പോൾ മത്തായി സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ തിരുവെഴുത്ത് നമ്മൾക്ക് വേണ്ടി നൽകി തന്നപ്പോൾ വാമൊഴിയായി യേശു കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്. അറിയാവുന്നവര് ചേർന്ന് പറയാമോ? മുൻപേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെയും എന്തിനെ കുറിച്ച് വിചാരപ്പെടുന്നു, എന്തിനെ കുറിച്ച് ചിന്തിക്കുന്നു, അത് വസ്ത്രമാകട്ടെ, അത് ഭക്ഷണമാകട്ടെ, ജീവിത കാര്യങ്ങളെ കുറിച്ചാകട്ടെ, ചിന്താമണ്ഡലത്തിൽ വ്യാകുലപ്പെട്ടിരിക്കുന്ന സകല ചിന്തകൾക്കു ഒരവസാനമെന്ന് പറയുന്നത്, സകലത്തിനും ഒരു വിരാമമെന്ന് പറയുന്നത് വ്യാകുലപ്പെട്ടിരിക്കുന്നതല്ല, പിന്നെയോ seek first the kingdom of God and his righteousness and all the things shall be added unto you. ആമേൻ. മുൻപേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർക്ക് പുറകെ നൽകി തരുവാൻ ദൈവം മതിയായവൻ. അതുകൊണ്ട് ഇന്ന് പകൽ ഈ ദൂത് ഞാൻ ഇങ്ങനെ കൈമാറാ. ചിന്താമണ്ഡലത്തിൽ ഒരു പുതിയ ചിന്ത കയറി വരണം. യേശുവിനെ കുറിച്ച് ചിന്തിക്കുക, യേശുവിനെ കുറിച്ച് ചിന്തിക്കുക, നടപ്പിൽ യേശുവിനെ കുറിച്ച് ചിന്തിക്കുക, പോകുമ്പോൾ യേശുവിനെ കുറിച്ച് ചിന്തിക്കുക, വ്യാകുലം വരുമ്പോൾ യേശു കർത്താവിനെ കുറിച്ച് ചിന്തിക്കുക, ഭാരം വരുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുക. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഒന്ന് സ്തുതിക്കാനായിട്ട് കഴിയുമോ? ചിന്താ മണ്ഡലത്തിൽ മാറ്റം ഇന്ന് പകൽ വരണം. ചിന്തയ്ക്കകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിപ്പാനായിട്ടിടയായി തീരണം. യേശു ക്രിസ്തുവിന്റെ നാമം മഹിമപ്പെടണം, യേശു ക്രിസ്തുവിന്റെ നാമം മഹിമപ്പെടണം, യേശു ക്രിസ്തുവിന്റെ നാമം മഹിമപ്പെടട്ടെ. യേശുവിനെ കുറിച്ച് ചിന്തിക്കുക. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, യേശു കർത്താവിനെ കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ വിചാരങ്ങളെ എടുത്തു കളഞ്ഞിട്ട് യേശു കർത്താവിനെ കുറിച്ച് ചിന്തിക്കുക. കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കുക. അതിനകത്ത് ഒരു ദൈവപ്രവൃത്തിയുണ്ട്. അതുകൊണ്ട് ഭക്തന്മാര് പറഞ്ഞത് എപ്പോഴും പ്രാർത്ഥിപ്പീൻ, ഇടവിടാതെ സ്തോത്രം ചെയ്യുവീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക. ഭക്തന്മാർ പാടി കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്തും സങ്കടം ബോധിപ്പിച്ച് കരയുന്നു. ഹൃദയത്തിനകത്ത് ചിന്തകളിൽ കർത്താവിനെ കുറിച്ചുള്ള ചിന്തകൾ വർദ്ധിപ്പാനായിട്ടിടയായി തീരണം. വിശ്വസിച്ച് സ്തോത്രം പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? വിശ്വസിച്ച് സ്തോത്രം പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഇന്ന് പകൽ കർത്താവിനെ പറ്റി അധികമായി ഞാൻ ചിന്തിക്കുകയാണ്. എൻ്റെ ചിന്തകളെ മാറ്റുകയാണ്. എൻ്റെ ചിന്തകളെ മാറ്റി നിർത്തിയിട്ട് കർത്താവിനെ കുറിച്ച് ഞാൻ അധികമായി ചിന്തിക്കുന്നു. ഞാൻ ഓർപ്പിച്ചു ഈ ചിന്ത പറയാൻ കാരണം, ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിലും തൊട്ട് പറഞ്ഞു. 6 കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരുന്നു. എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് അത് പറഞ്ഞത്. കണ്ണുകൾ നനഞ്ഞുകൊണ്ടാ പറയാനിടയായി തീർന്നത്. ഒരു നല്ല സ്നേഹിതൻ എനിക്കുണ്ട്, അത് കർത്താവായ യേശുവാണ്. യേശു അല്ലാതൊരു സ്നേഹിതനില്ല. ഒറ്റപ്പെട്ട ചില സ്നേഹിതന്മാരുണ്ട്, മറന്നു കളയാത്ത ചില സ്നേഹിതന്മാരുണ്ട്, മറന്നു കളയത്തില്ല. അത് ആത്മാർത്ഥതയുള്ള സ്നേഹിതരാണ്, ആത്മാർത്ഥതയുള്ള സ്നേഹിതർ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു വാക്ക് ഞാൻ ആവർത്തിച്ച് പറയാം. ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ വിട്ടുപോയിരുന്നു. പിന്നെ എൻ്റെ കൂട്ടുദാസി എന്നെ ഓർപ്പിച്ചാ, ആ പ്രിയപ്പെട്ടവൻ അത് മാത്രമല്ല പറഞ്ഞിരുന്നോന്ന്. ഞാനിങ്ങനെ പറയാ, നല്ല സുഹൃത്തുക്കൾ എന്നും കൂടെ കാണും. യേശു ഒരു നല്ല സ്നേഹിതനായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ പറഞ്ഞിരുന്നു, ഒരാവശ്യം വന്നപ്പോൾ
ഒരു മനുഷ്യനോട് പറഞ്ഞില്ല, ഒരു മനുഷ്യനോട് ഷെയർ ചെയ്തിട്ടില്ല. ഒരു സുഹൃത്ത്, രക്തബന്ധമോ ആരുമല്ല, ജീവിതയാത്രയിൽ ദൈവം നൽകിയ സ്നേഹിതൻ. ഞാനിവിടെ പറഞ്ഞു. എന്നാൽ വിട്ടുപോയൊരു കാര്യം ഈ മെസ്സേജിൽ ഞാൻ ചേർത്ത് പറയാം. ഒരാവശ്യത്തിന് ഇരിക്കുന്ന, അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിൽ, ഞാൻ സന്ദർഭം പറയുന്നില്ല, ജീസസ് ഒരു പ്രഭാതത്തിൽ അതിരാവിലെ 7 മണിക്ക് മുൻപ് ഒരു ഫോൺ കോൾ വന്നു. പാസ്റ്ററേ, ഞാനൊരു വിഷയമൊന്ന് പറയാം, ഞാനൊരു കാര്യമൊന്ന് പറഞ്ഞോട്ടെ. പാസ്റ്റർക്ക് ഒത്തിരി ആവശ്യങ്ങളുള്ള സമയമല്ലേ, ഞാനൊരു 4 ലക്ഷം രൂപ തന്ന് സഹായിക്കാമെന്ന്. സത്യത്തിൽ ഫോൺ താഴെ പോയോ എന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. അത്ര ഹൃദയഭേദകമായിരുന്ന ആ വാക്കുകൾ. എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ ചിന്തിക്കുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഇടപെടുന്ന സ്നേഹിതരുണ്ട്, ആത്മാർത്ഥതയുള്ള സ്നേഹിതർ. ഞാൻ ഒരു വാക്കൂടെ കടന്നു പറയാം. എന്നിട്ട് ആ സ്നേഹിതൻ എന്നോട് പറയുകയാണ്, പാസ്റ്ററെ, അതെൻ്റെ കയ്യിലുണ്ട്, ഞാൻ എപ്പോൾ വേണമെങ്കിലും അത് ദൈവദാസന് തരാം. എന്നിട്ട് പറയുക, എനിക്കൊരു ചിട്ടിയുണ്ട്, ഇനിയും വേണമെങ്കിൽ പറയണം, അത് പക്ഷെ നേരത്തെ പറഞ്ഞാൽ ഞാൻ ആ ചിട്ടി പിടിച്ചിട്ട് ഒരു 2 ലക്ഷം രൂപയുടെ തരാമെന്ന്. ഇങ്ങനെയുള്ള സ്നേഹിതരാർക്കെങ്കിലും ഉണ്ടോ ദൈവമക്കളെ? അത് മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് പറയുന്നതല്ലേ? മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് പറയുന്നതല്ലേ? മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന്, ആ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്ന് പറയുന്നതല്ലേ? ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഈ ഭൂമിയിൽ ഒരു സ്നേഹിതൻ ഇനിയും വല്ല ആവശ്യമുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞാൽ ഞാനത് ചെയ്തു തരോ എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ യേശു എത്രയധികമായി ഒരു സുഹൃത്തായി, ഒരു സ്നേഹിതനായി, ആവശ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു നല്ല സുഹൃത്തായി നമുക്കുള്ളപ്പോൾ ഇന്ന് പകൽ എത്ര പേര് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കും? അങ്ങനെ ശ്രദ്ധിച്ചു നോക്കുന്നവരെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് പറയാമോ, ഞാൻ ഇന്ന് പകൽ ജീവിതത്തിൽ യേശു കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കുകയാണ്. ഒരു നല്ല സ്നേഹിതൻ, ഒരു നല്ല സുഹൃത്ത് എനിക്കുള്ളത് കൊണ്ട്, തുറന്ന് സംസാരിക്കുന്ന, ആവശ്യങ്ങളിൽ ഇടപെടുന്ന ഒരു സുഹൃത്ത് എനിക്കുള്ളത് കൊണ്ട് ഞാൻ ശ്രദ്ധിച്ചു നോക്കും. ജീവിതത്തിൽ എങ്ങനെ കരയാതിരിക്കും? വാവിട്ട് കരഞ്ഞു പോകും. ഈ വാർത്തകളും ഇതുപോലുള്ള ഫോൺ കോളുകളൊക്കെ വരുമ്പോൾ കണ്ണുനീരുകൊണ്ട് അതെ മുഖം കഴുകുവാനിടയായിത്തീരും. ആരും അന്വേഷിച്ചില്ലെങ്കിലും, ആരും ചോദിച്ചില്ലെങ്കിലും, ഞാൻ ഇന്ന് പകൽ ദൈവജനത്തോട്, ഈ ശബ്ദം കേൾക്കുന്നവരോട് വിളിച്ചു പറയാ, ശ്രദ്ധിച്ചു നോക്കാൻ, ചിന്തിപ്പാൻ ഒരാളുണ്ട്. ആരും അവൻ മുഖത്തേക്ക് നോക്കാനില്ലെന്നാരും ചിന്തിക്കരുത്. ഒരു മുഖമുണ്ട്, തേജോമയനായ യേശുവിന്റെ മുഖമുണ്ട്. ഇന്ന് പകൽ വിശ്വസിപ്പാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഒരു മുഖം നിനക്ക് നോക്കാനില്ലെങ്കിൽ ഒരു മുഖത്തേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാനുണ്ട്. ഒരു കണ്ണിലേക്ക് നോക്കാനില്ലെങ്കിലോ ഒരു കണ്ണുണ്ട്, അഗ്നിജ്വാലക്കത്തുള്ള കണ്ണ്. അതെ, ഒരു കൈയുണ്ട്, ആണിപ്പാടേറ്റ കരം. 2 കൈകളിലും ആണികൾ അടിക്കപ്പെട്ട കരമുണ്ട്. ആ കരം ഇന്നും തുളയ്ക്കപ്പെട്ടതാണ്. അതെ, മുഖത്തടിയേറ്റ ഒരു മുഖമുണ്ട്. ആ മുഖം തേജോമയനായ എൻ്റെ യേശുവിന്റെ മുഖം തന്നെ. ഉടക്കരംഗ ശന്തൽ പൗഡി വരവലകടകശസ്യ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ദൈവമക്കളെ? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ദൈവമക്കളെ? ശ്രദ്ധിച്ചു നോക്കാൻ ഒരുവനുണ്ടെന്ന് ഉറപ്പുള്ളവർ സ്തുതിച്ചു തുടങ്ങട്ടെ. ശബ്ദം എവിടെയെല്ലാം ഈ ശബ്ദം കേൾക്കുന്നു, പതറിപ്പോകരുത്. പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ കാണൂ. ശ്രദ്ധിച്ചു നോക്കാൻ ഒരുവനുണ്ട്, ശ്രദ്ധിച്ചു നോക്കുവാൻ ഒരുവനുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചൊന്ന് നോക്കാമോ? ആ കണ്ണുകളിലേക്ക് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ, ആ മുഖത്തേക്ക് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ, സ്തേഫാനോസിന് വേണ്ടി എഴുന്നേറ്റതുപോലെ യേശു എഴുന്നേൽക്കും.
ഞാൻ തിരുവെഴുത്തിൽ ഒറ്റ ഭാഗത്തെ കണ്ടിട്ടുള്ളത്. യെശയ്യാവ് ദർശനത്തിൽ കണ്ടപ്പോൾ പറഞ്ഞത്, ഉയർന്നും പൊങ്ങിമിരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ കണ്ടെങ്കിൽ സ്തേഫാനോസ് കല്ലേറ് കടഞ്ഞുകൊണ്ട് കർത്താവ് ഈ പാവം നിർത്തരുത് എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് കരമുയർത്തപ്പോൾ വീണ കല്ലുകളെ കണ്ടുകൊണ്ട്, വീണേറ്റ മുറിവുകളെ കണ്ടുകൊണ്ട് ഇങ്ങനെ അത് സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും കണ്ടെങ്കിൽ ഇന്ന് പകൽ മാറിപ്പോകുന്നല്ല. ചില സന്ദർഭങ്ങളിൽ എഴുന്നേൽക്കും, ചില സന്ദർഭങ്ങളിൽ കർത്താവ് ആക്ഷൻ എടുക്കും, ചില സന്ദർഭങ്ങളിൽ കർത്താവ് നമുക്ക് വേണ്ടി തുണ നിൽക്കുവാൻ ഇടയായി തരൂ. എത്ര പേര് അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? ചിന്തിച്ചോ? മറ്റൊന്നും ചിന്തിക്കണ്ടോ, യേശുവിനെ കുറിച്ച് ചിന്തിക്കട്ടെ. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഈ ശബ്ദം എവിടെയൊക്കെ കേൾക്കുമോ, പിന്നത്തേതിൽ ഈ ശബ്ദം അത് യൂട്യൂബും മറ്റ് സോഷ്യൽ മീഡിയയിലും വരുമ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി ഇത് കേൾക്കുന്ന ഇടത്ത് സംഭവിക്കും. വിശ്വസിച്ചു? നീ ചിന്തിക്കേണ്ട മറ്റൊന്നിനെ കുറിച്ച്, യേശുവിനെ കുറിച്ച് ചിന്തിക്കുക. യേശുവിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ മുഖം തന്നെ അന്വേഷിക്കുന്നവർക്ക് അത് അനുകൂലമായിട്ട് വെളിപ്പെടുകയാണ്. അനുകൂലമായിട്ട് വെളിപ്പെടട്ടെ. കുടുംബങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, അത് ഈ നാടിന് വേണ്ടി അനുകൂലമായിട്ട് വെളിപ്പെടട്ടെ. ശബ്ദം ശ്രമിക്കുന്നവർക്ക് വേണ്ടി അനുകൂലമായിട്ട് വെളിപ്പെടട്ടെ. ശ്രദ്ധിച്ചൊന്ന് നോക്കിക്കേ. യേശു കർത്താവിനെ കുറിച്ചും ചിന്തിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഓ, കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. കർത്താവിന്റെ കരമിറങ്ങട്ടെ. ഞാൻ രണ്ട് കാര്യമെങ്കിലും പെട്ടെന്ന് പറയാം. ശ്രദ്ധിച്ചു നോക്കാൻ. അതാ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചെന്ന് പറഞ്ഞ വിഷയം 2-ാം അധ്യായത്തിലെ അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ, എബ്രായലേഖനം 2:18, താൻ തന്നെ പരീക്ഷിതനായി. ഇതിപ്പോ ഒരു സ്നേഹിതനെ നമുക്ക് വേണോ? ഇതിപ്പോ നോക്കാൻ കൊള്ളാവുന്ന ഒരാളെ വേണോ? കഷ്ടം അനുഭവിച്ചത് കൊണ്ടാ ഞാൻ ഒരു സ്നേഹിതന്റെ 6 ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ, A, frable, B, believe, C, caring friend, D, dwelling friend, കൂടെ വസിക്കുന്ന ഫ്രണ്ട്, E, encouraging friend, F, fearless friend. ഈ കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം പറഞ്ഞതാണ് is able. എന്തുകൊണ്ട് ശ്രദ്ധിച്ചു നോക്കണമെന്നറിയാമോ? എബ്രായർ 3:1 എങ്ങനെ തുടങ്ങുന്നതെന്നറിയാമോ? അതുകൊണ്ട് ഏതുകൊണ്ട്. ഈ 2-ാം അധ്യായത്തിൽ ഏകദേശം 9 കാര്യങ്ങളോളം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിശദമാക്കുവാൻ കഴിയുന്നില്ല. എബ്രായ ലേഖനം പഠന വിഷയമാക്കുമ്പോഴൊക്കെ അത് നമുക്ക് എടുത്തു പറയാം. അതുകൊണ്ട് ശ്രദ്ധിച്ചു നോക്കണം. ഏതുകൊണ്ടാ? ഏറ്റവും പരമപ്രധാനമായൊരു വിഷയം, സഹായിപ്പാൻ. ഒന്ന് പറയാമോ? ഇരിക്കുന്ന ഇടത്ത് സഹായിപ്പാൻ കഴിവുള്ളവൻ. He is able to help those who are being tempted. പരീക്ഷ അനുഭവിക്കുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവൻ. അതിന്റെ കാരണം, യേശു പരീക്ഷ അനുഭവിച്ചു. അർത്ഥം, സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു, മനുഷ്യനാൽ പരീക്ഷിക്കപ്പെട്ടു, കൂടെ നിന്നവർ ചതിച്ചു. അപ്പൊ ചതി അനുഭവിച്ചവന്റെ വേദന യേശുവിനറിയാം. കൂടെ നിന്നിട്ട് 30 വെള്ളിക്കാശിന് ഒറ്റുകൊടുത്ത്, ചുമ്മനം കൊണ്ട് ഒറ്റിക്കൊടുത്തപ്പോ പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുന്നു, ആരെങ്കിലും കൂടെ ഒന്ന് ചതിച്ചെങ്കിൽ, കൈവലിച്ചെങ്കിൽ, ചതിക്കുന്നവന്റെ വേദന, ഹൃദയത്തിന്റെ വേദന യേശുവിനറിയാം. കൂടെ ഇരുന്നിട്ട്, ഒന്നിച്ചിരുന്നിട്ട് ഒരേ താലത്തിൽ കൈമുക്കിയിട്ട് ചതിച്ചപ്പോൾ ആ ചതിക്കുന്നതിൻ്റെ വേദന, ചതിക്കപ്പെട്ടതിൻ്റെ വേദന എൻ്റെ കർത്താവിനറിയാം. കൈ വലിച്ചു കളഞ്ഞ്, അതോ ചുംബനം കൊണ്ടോ
നീ മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്നത്. ചുംബനം കൊണ്ടുപോലും ചതിക്കുമ്പോഴും അകത്ത് ചതിയുടെ വേദന ഉള്ളിലൊതുക്കി ചുംബനം കൊടുക്കുമ്പോഴും യേശുവിന് അറിയായിരുന്നു ഇത് ചതിയുടെ ചുംബനമാണെന്ന്. എന്നാൽ അതും ആ സാഹചര്യം യേശു തരണം ചെയ്തു. ഞാൻ ഇങ്ങനെ വിളിച്ചു പറയാ, ജീവിതത്തിൽ ചതിക്കപ്പെട്ടവരാണോ നിങ്ങൾ? പറ്റിക്കപ്പെട്ടവരാണോ? സാമ്പത്തികമായി തകർച്ച അനുഭവിച്ചവരാണോ? അതേ, പൈസ മേടിച്ചിട്ട് ആരോ അപകരിച്ചു കളഞ്ഞോ, തരാതിരുന്നു? കുഞ്ഞേ, ചതിക്കപ്പെട്ടവന്റെ വേദന ചതിക്കപ്പെട്ടവനെ അറിയത്തുള്ളൂ. നമ്പരപ്പെട്ടവനെ അതറിയത്തുള്ളൂ. മുറിവേറ്റവനെ അറിയത്തുള്ളൂ. മുറിവിന്റെ വേദന കണ്ണില്ലാത്തവനെ അറിയത്തുള്ളൂ. കണ്ണില്ലാത്തവന്റെ വേദന ഭാരമനുഭവിച്ചവനെ അറിയത്തുള്ളൂ. ഭാരമനുഭവിക്കുന്നവന്റെ വേദന, ഓ, കുഞ്ഞിനെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയത്തുള്ളൂ. കുഞ്ഞിനെ പഠിപ്പിക്കുന്നതിന്റെ വേദന. ആമേ, സാമ്പത്തികമായി ഞെരുങ്ങി നാളെ നിവർത്തിയില്ലാതിരിക്കുമ്പോ ആ സാഹചര്യത്തിലൂടെ കടന്നു പോയവർക്ക് അറിയത്തുള്ള ഞെരുക്കത്തിന്റെ വില എന്താണെന്നുള്ളത്. ഒരു നല്ല ആഹാരത്തിന് വകയില്ലാതെ കൊണ്ട്, കഞ്ഞി കുടിക്കുവാൻ മാർഗമില്ലാതെ കൊണ്ട് ആ നിലയിലൂടെ കടന്നുപോയവനെ അറിയത്തുള്ളൂ വിശപ്പിന്റെ വേദന എന്താണെന്ന്. അതുകൊണ്ടാ ഭക്തയായ അന്നമ്മ മാമൻ പാടിയത്, ഞെരുക്കത്തിൻ അപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണോന്നി കുടിച്ചെന്നാലും, ഞെരുക്കത്തിൻ അപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണോന്നി കുടിച്ചെന്നാലും, ദേഹി ദുഃഖത്താ ക്ഷയിച്ചെന്നാലും, ആ പദം കണ്ടോ, എല്ലാ പ്രതികൂലം ആയെന്നാലും. ഒരിക്കൽ കൂടി, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാ പ്രതികൂലം ആയെന്നാലും, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും, ഓ, എല്ലാ പ്രതികൂലം. ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട്, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാ പ്രതികൂലം യാത്ര ചെയ്യോ ഞാൻ ക്രൂശെ നോക്കി, യുദ്ധ ചെയ്യും ഞാൻ യേശുവേനാ. ഓ ജീസസ്, ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും എന്റെ ജീവൻ വച്ചേടോ രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ചില ദിവസങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ, വേദനയിലായിരിക്കുമ്പോൾ, വീട്ടിൽ അപ്പൻ അനുവദിക്കത്തില്ല ഭക്ഷണം കൊടുക്കാൻ. എൻ്റെ അറിവനുസരിച്ച് വീട്ടിൻ്റെ പുറത്ത് മറ്റൊരു സ്ഥലത്ത്, പറമ്പിലോ അല്ലെങ്കിൽ ആ തൊഴുത്തിന്റെ സൈഡിലോ ഒക്കെ ആയിരിക്കുമ്പോൾ വിശപ്പ് കൊണ്ട് ധനങ്ങൾ തള്ളി നീക്കിയപ്പോൾ ഒരു സന്ദർഭത്തിൽ ഒരു പേപ്പറിനകത്ത് പൊതിഞ്ഞുകൊണ്ട് അല്പ ചോറ് മാത്രം വാരിക്കൊടുത്തപ്പോൾ അതെടുത്തു വെച്ച് കണ്ണുനീര് കൊണ്ട് കുഴച്ച്, കണ്ണുനീരിൽ കുഴച്ചുകൊണ്ട് അതേ കഴിച്ച അനുഭവങ്ങളെ ഓർത്തു പാടിയതാണ്. ഞാനിങ്ങനെ ചേർത്ത് പറയാം, യേശുവിനറിയാം വിശക്കുന്നവന്റെ വേദന. ബൈബിൾ പറയുന്നു യേശുവിന് വിശന്നു. ദാഹിക്കുന്നവന്റെ വേദന യേശുവിനറിയാം. ബൈബിൾ പറയുന്നു യേശു ദാഹിച്ചു. മുറിവേൽക്കുന്നവന്റെ വേദന, കണ്ണുനീരൊഴുക്കുന്നവന്റെ വേദന യേശുവിനറിയാം. ബൈബിൾ പറയുന്നു യേശു കണ്ണുനീർ വാർത്തു. ജീസസ് വെപ്റ്റ്.
കണ്ണുനീരിൻ്റെ വേദന, കണ്ണുനീരൊഴുക്കുന്നവരുടെ വേദന എൻ്റെ യേശുവിന് അറിയാം. ഓ ജീസസ്, ഞാനിങ്ങനെ ചേർത്ത് പറയാം, ശ്രദ്ധിച്ചു നോക്കണം, ശ്രദ്ധിച്ചു നോക്കണം. ശ്രദ്ധിച്ചു നോക്കുന്നവരെ സഹായിപ്പാൻ കർത്താവിന് കഴിയും. ഞാനെങ്ങനെ പറയാം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മെസ്സേജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത, എന്തുകൊണ്ട് കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കണമെന്നറിയാമോ? ഞാൻ പറഞ്ഞു 9 കാര്യങ്ങൾ ഈ വചനവുമായി ബന്ധപ്പെട്ട് പറയണം. 9 കാര്യങ്ങൾ. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഈ മെസ്സേജ് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ഈ ചിന്തയിലെ എന്തുകൊണ്ട് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണമെന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ആ 2-ാമത്തെ അധ്യായത്തിലെ, എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായത്തിലെ അതിൻ്റെ 9ഉം 10ഉം വാക്യം. ഞാനങ്ങ് പറഞ്ഞു പോകാം. 9-ൽ ഒരു പദം, എല്ലാവർക്കും വേണ്ടി, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ. ഒരു പദം കണ്ടോ? യേശു മരണം ആസ്വദിക്കുകയായിരുന്നു. യേശു മരണം ആസ്വദിക്കുകയായിരുന്നു, അഭിനയിക്കുകയായിരുന്നില്ല. ഓ, യേശു മരണം ആസ്വദിക്കുകയായിരുന്നു. പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ ആ സിനിമയിലൊക്കെ അഭിനയിച്ചതുപോലെ അഭിനയിക്കുകയായിരുന്നില്ല. ഞാൻ പലപ്പോഴും ഓർപ്പിച്ചതാ, അഭിനയത്തിനിടയിൽ ഒരടി തെറ്റിമാറിയതാ, രോഗിയായിപ്പോയി. എത്രയോ ദിനരാത്രങ്ങൾ ഹോസ്പിറ്റലിലായിപ്പോയി, ന്യൂമോണിയ ബാധിതനായി, വെയിറ്റ് കുറഞ്ഞു, പ്രശ്നത്തിലായിപ്പോയി. ഓ, യേശു അഭിനയിക്കുകയല്ലായിരുന്നു. യേശു അഭിനയിക്കുകയല്ലായിരുന്നു. സ്തോത്രം. പിന്നെ മരണം, എല്ലാവരും ഒന്ന് പറഞ്ഞേ. അപ്പം ആസ്വദിച്ചവർക്കറിയാം, ആ വേദന ആസ്വദിക്കുകയായിരുന്നു, ആ വേദന ടേസ്റ്റ് ചെയ്യായിരുന്നു. അതുകൊണ്ടറിയാം, അതുകൊണ്ട് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ കർത്താവിനറിയാം അകത്തെന്താണെന്ന്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ശ്രദ്ധിച്ചു നോക്കുമ്പോൾ കർത്താവിനറിയാം അകത്തെന്തുണ്ടെന്ന്. കാരണം വേദനയിലൂടെ മരണം ആസ്വദിച്ച് യേശു കടന്നുപോയി. അങ്ങനെ മരണം ആസ്വദിച്ചത് കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത ഇങ്ങനെ കാണുന്നു. 10-ാമത്തെ വാക്യം, സകലത്തിനും ലാക്കും ആ സകലത്തിനും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി, പെർഫെക്റ്റ് ത്രൂ സഫറിംഗ്. അത് യുക്തമായിരുന്നു, തികഞ്ഞവനാക്കി, ടെലിയോസാക്കി, അതാണ് മൂലഭാഷയിലെ പദം. പെർഫെക്റ്റ് ആക്കി, കഷ്ടാനുഭവങ്ങളാൽ യേശുവിനെ തികഞ്ഞവനാക്കി. ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്തുകൊണ്ട് ശ്രദ്ധിച്ചു നോക്കണം? അടുത്തൊരു 10 മിനിറ്റ് വളരെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. എന്തുകൊണ്ട് ശ്രദ്ധിച്ചു നോക്കണമെന്ന് ഓർപ്പിക്കുമ്പോൾ ഒരു പദം ഇങ്ങനെ കാണുന്നു, രക്ഷാനായകനെ. രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി. ആ പദത്തിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? മൂലഭാഷയിൽ അർക്കിഗിയോസ് എന്നുള്ള പദം ഉപയോഗിക്കുമ്പോൾ ഹെഡ് ഓർ ചീഫ് എന്നുള്ള പദമാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവ് ആരാണ്? കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കിയതുകൊണ്ട് ഹെഡാക്കി, ചീഫാക്കി, രക്ഷാനായകനാക്കി, പ്രഭുവാക്കി. വഴിതെറ്റിപ്പോയ ഒരു കപ്പൽ പാറയിൽ തട്ടി മുൻപോട്ട് പോകാൻ കഴിയാതിരിക്കുമ്പോൾ, അതെ, ആ സ്ഥാനത്ത് ഞാൻ പറയുന്നു, ശ്രദ്ധിക്കണം, മുൻപോട്ട് പോകാൻ കഴിയാതൊരു കപ്പലായിരിക്കുമ്പോൾ
നീന്തൽ അറിയാവുന്ന ഒരുവൻ വെള്ളത്തിലിറങ്ങിയിട്ട് നീന്തി കല്ലുകളില്ലാത്ത വഴി കാണിച്ച് നീന്തി കാണിച്ചു കൊടുക്കും. നീന്തി കാണിച്ച് അക്കരയെത്തും. ആ വഴി ഫോളോ ചെയ്ത് ഈ മുൻപോട്ട് പോകാൻ കഴിയാതിരുന്ന കപ്പൽ വലിച്ചു മാറ്റി ആ വഴിയിലേക്ക് തിരിച്ചുവിടും. അങ്ങനെ വഴി കാണിക്കുന്നയാളിന് പറയുന്ന പേരാണ് അർക്കിഗയോസ് അഥവാ രക്ഷാനായകൻ. ഞാൻ ഒരു വാക്ക് കടത്തി പറയാ, യേശു കർത്താവിനെ കുറിച്ച് പറയുന്നു, യേശു രക്ഷകനല്ല, രക്ഷാനായകനാണ്. അതിങ്ങനാണ്, ഹെഡ് ഓർ ചീഫ്. ഹെഡ് ഓർ ചീഫ്. കർത്താവ് ആരാണ്? ഹെഡാണ്, ചീഫാണ്. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിച്ചു നോക്കുവാനായിട്ട് കഴിയും. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം 31-ാം വാക്യം വായിച്ച് ഈ മെസ്സേജിന്റെ സമാപന ഭാഗത്തേക്ക് ഞാൻ വരുന്നു. ഹെഡ് ഓർ ചീഫ് എന്നുള്ള പദം തന്നെ ഉപയോഗിക്കുന്ന ഒരു ഇടമാണ് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 5-ാമത്തെ അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം. പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും പ്രഭുവായും രക്ഷിതാവായും ഉയർത്തിയിരിക്കുന്ന God exalted him to his own right hand as Prince and Savior. കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ബൈബിളിൽ കൊടുത്തിരിക്കുന്ന എങ്ങനെയാണ്? God exalted Jesus as Prince and Savior എന്ന് പറഞ്ഞാൽ പ്രഭുവായി രക്ഷിതാവായി ഉയർത്തിയിരിക്കുന്നു. നിങ്ങൾ എന്നോട് കൂടെ വരണം. ശ്രദ്ധിച്ചു നോക്കാമോ? പ്രഭുവിനെ ശ്രദ്ധിച്ചു നോക്കാമോ? ഹെഡ് ഓർ ചീഫിനെ ശ്രദ്ധിച്ചു നോക്കാനായിട്ട് കഴിയുമോ? എന്തുകൊണ്ട് ശ്രദ്ധിച്ചു നോക്കാം? ദൈവമുയർത്തി, ദൈവമുയർത്തി പ്രഭുവായി, ചീഫായി. യെസ്, God exalted him to his own right hand. ദൈവമുയർത്തി പ്രഭുവായും പിന്നെ രക്ഷിതാവായി. ആ പ്രഭു എന്ന് പറയുന്നിടത്ത് പ്രിൻസായി, രാജാവായിട്ട്, പ്രിൻസ് ആൻഡ് സേവിയർ, രക്ഷകനായി, രാജാവായി ഉയർത്തി വെച്ച കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഈ പദങ്ങൾ നമ്മെ ബലപ്പെടുത്തുന്നതാണ്. ഈ പദങ്ങൾ നമ്മെ ശക്തിപ്പെടുത്തുന്നതാണ്. എന്തുകൊണ്ടാണ് യേശു കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കേണ്ടതെന്നറിയാമോ? പരമപ്രധാനമായൊരു ചിന്ത, കർത്താവ് രക്ഷകനായതുകൊണ്ട്, കർത്താവ് സേവിയർ ആയതുകൊണ്ട്, യേശു പ്രിൻസ് ആയതുകൊണ്ട്. ഞാൻ ഇങ്ങനെ ചേർത്ത് പറയാ, രാജാവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ പ്രയോജനമുണ്ടോ? രാജാവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ പ്രയോജനമുണ്ട്. കുഞ്ഞേ, പ്രയോജനമുണ്ട്. രാജാവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ പ്രയോജനമുണ്ട്. രാജാവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ പ്രയോജനമുണ്ട്. രക്ഷാനായകൻ, ഹെഡ് ഓർ ചീഫ്, ഇന്ന് പകൽ എന്തുകൊണ്ട് ശ്രദ്ധിച്ചു നോക്കണമെന്നറിയാമോ? യേശു നമ്മുടെ രക്ഷകനാണ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? യേശു നമ്മുടെ രക്ഷിതാവാണ്. യേശു നമ്മുടെ പ്രഭുവാണ്. യേശു നമ്മുടെ പ്രഭുവായതുകൊണ്ട് ശ്രദ്ധിച്ചു നോക്കാമോ? മറ്റൊരു ചിന്തയും വേണ്ട, ഹൃദയത്തിന്റെ ആകുലതകൾ വേണ്ട, ഹൃദയത്തിന്റെ വ്യാകുലങ്ങൾ വേണ്ട, ആമേ, ഭാരങ്ങൾ വേണ്ട. എങ്ങോട്ടാ പാസ്റ്ററെ നോക്കേണ്ടത്? മറ്റെങ്ങും നോക്കാനില്ലെന്ന് പറയുമ്പോൾ യെസ്, there is a possibility, ഒരു സാധ്യത ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു. കർത്താവിന്റെ മുഖം തന്നെ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായതുകൊണ്ട് ഇന്ന് പകൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാമോ? വിശ്വസിച്ചാമേൻ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഒരൊറ്റ ഇടത്തേക്ക് ശ്രദ്ധിക്കരുത്. ഇടത്തോട്ട് നോക്കരുത്, വലത്തോട്ട് നോക്കരുത്, ആമേൻ, പുറകോട്ട് നോക്കരുത്. ഓ, ലുക്ക് ഫോർവേഡ്, ലുക്ക് ഫോർവേഡ്. പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നു. നീ മുൻപോട്ട് നോക്ക്, മുൻപോട്ട് പോകൂ, മുൻപോട്ട് പോകൂ. ചെങ്കടൽ കടന്നപ്പോൾ വഴിയില്ല, മുൻപോട്ട് പോകാൻ സാധ്യതയില്ല. പക്ഷേ മോശയുടെ മുൻപിൽ നിന്നുകൊണ്ട് നിലവിളിക്കുമ്പോൾ മോശയോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടു. സാക്ഷാൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. സാധ്യതയില്ലാത്തടത്ത് പറഞ്ഞു, നീ
നീ മുൻപോട്ട് പോ, മുൻപോട്ട് നോക്ക്. ഗോ ഫോർവേഡ്, മൂവ് ഓൺ, മൂവ് ഓൺ, മൂവ് ഓൺ. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ മുൻപോട്ട് പോകാൻ എത്ര പേര് തയ്യാറാകുന്നു? ആമേൻ. മുൻപോട്ടൊന്ന് വരാമോ? മുൻപോട്ടൊന്ന് ഇറങ്ങാമോ? ശ്രദ്ധിച്ചു നോക്കാമോ? നോക്കിയാൽ സാഹചര്യങ്ങൾ പരിമിതം, പക്ഷേ ഒരു ഹെഡ്, ഒരു ചീഫ്, ഒരു പ്രഭു, ഒരു രാജാവ് അതുള്ളത് കൊണ്ട് ശ്രദ്ധിച്ചു നോക്കിക്കേ. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നോക്കാൻ ഒരിടവും കാണുന്നില്ല, അസാധ്യതകൾ മാത്രം. യേശു മരണം അനുഭവിച്ചു, ആസ്വദിച്ചു. പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ ആസ്വദിക്കുകയായിരുന്നില്ല, അഭിനയിക്കുകയായിരുന്നു ജിം കൗസൽ. എന്നാൽ യേശു മരണം ആസ്വദിച്ചു. ചങ്ക് ശരിക്കും പൊട്ടി, രക്തം പുറത്തു വന്നു, ഹൃദയം തകർന്നു, കണ്ണുകൾ അതെ മുൾക്കിരീടത്തിന്റെ മുള്ളുകൾ കൊണ്ട് പുറത്തെ കുന്തി വന്നു, മുഖത്തെ രോമം പിഴുതെടുക്കപ്പെട്ടു. കന്നത്തടിയേറ്റു, നാണയത്തുട്ടുകൾ ചേർത്ത് വെച്ച് രോമം പിഴുതെടുത്തു, കൈകളിൽ കാലുകളിൽ ആണികൾ അടിച്ചിറക്കി. അഭിനയിക്കുകയായിരുന്നില്ല, ആസ്വദിക്കുകയായിരുന്നു. ആണികളേറ്റപ്പോഴും പുറമുഴവജാല് പോലെ കീറിയപ്പോഴും പുറത്തെ മാംസം മുഴുവൻ പിഴുതെടുത്തപ്പോഴും മരണം ആസ്വദിച്ചെങ്കിൽ വേദനപ്പെടുന്നവന്റെ വേദന എൻ്റെ കർത്താവിനറിയാം. വേദനപ്പെടുന്നവന്റെ വേദന എൻ്റെ യേശുവിനറിയാം. ശ്രദ്ധിച്ചു നോക്കാൻ എത്ര പേര് തയ്യാറാകുന്നു? He is the head of chief. Yes, Archelaus, രക്ഷാ നായകൻ. ആ നായകനെ ഒന്ന് മുറുകെ പിടിക്കാമോ? ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് വന്നാട്ടെ. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് വന്നാട്ടെ. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്, പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഓ, കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. ആമേൻ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കാൻ എത്ര പേര് തയ്യാറാകുന്നുണ്ട്? സാധ്യതകൾ ഇല്ലാതിരിക്കുമ്പോൾ ആമേൻ രക്ഷാനായകനെ അതേ കഷ്ടാനുഭവങ്ങളെ തികഞ്ഞവനാക്കിയത് കൊണ്ട് യേശുവിനെ പറ്റി ചിന്തിക്ക്, യേശുവിനെ പറ്റി ചിന്തിക്ക്. ഈ ലോകത്തെ പറ്റി, ഈ ലോകത്തിൻ്റെ അനുഭവങ്ങളെ പറ്റി അതേ ചിന്തിച്ചു കൊണ്ടിരിക്കാതെ കർത്താവിനെ പറ്റി ഒന്ന് ചിന്തിച്ച് ആ ക്രൂശിനെ ഒന്ന് ധ്യാനിച്ച്, ആ ക്രൂശിനെ ഒന്ന് ധ്യാനിച്ച്, ആ ക്രൂശിനെ ഒന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. യേശു കർത്താവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. കർത്താവിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഇന്ന് പകലും ദൈവപ്രവൃത്തി നോക്കാൻ ഒരു ഇടവുമില്ലായിരിക്കുക, നോക്കാൻ സാധ്യത ഇല്ലാതിരിക്കുക, ശ്രദ്ധിച്ചു നോക്കാൻ ആരുമില്ല, ഒരു നല്ല വാക്ക് പറയാൻ ആരുമില്ല. ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, ഒരു കണ്ണുകളുമില്ല. എന്നാൽ അഗ്നിജ്വാലയ്ക്കത്തുള്ള ഒരു കണ്ണുകളുണ്ട്, അഗ്നിജ്വാലയ്ക്കത്തുള്ള ഒരു കണ്ണുകളുണ്ട്. കണ്ണുകൾ കൊണ്ട് ദർശിച്ചവൻ 38 വർഷമായി കുളക്കരയിൽ കിടക്കുമ്പോഴും 38 വർഷമായി കുളക്കരയിൽ കിടന്നവനെ തേടി ചെന്നിട്ട് ചോദിച്ചു. അതേ, അവൻ കിടക്കുന്നത് യേശു കണ്ടു, അവൻ കിടക്കുന്നത് യേശു കണ്ടു. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ദർശിച്ച കണ്ണുകൾ ഭൂതഗ്രസ്തന് അതേ ഇതാ തേടിച്ചെന്ന് ഗദരദേശത്ത് ചെന്ന് ആ കണ്ണുകൾ കണ്ടെത്തിയെങ്കിൽ ഇന്ന് പകല് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ചില കണ്ണുകളെ കർത്താവ് കാണുന്നു. ആമേ, ശ്രദ്ധിച്ചു നോക്കുമ്പോൾ രക്ഷാ നായകൻ, he is the prince, he is the prince, yes, he is the redeemer, he is the savior. യേശു രക്ഷാ നായകൻ, യേശു അതേ രാജാവ്. ആ രാജാവ് ഇന്ന് പകൽ ഇവിടെ ഉണ്ട്. ആ കരങ്ങളൊന്ന് ഉയർത്തി രാജാവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോയിക്കേ, രാജാവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോയിക്കേ. കർത്താവ് തുറക്കട്ടെ, ദൈവപ്രവൃത്തികൾ അയക്കട്ടെ, വഴികൾ തുറക്കപ്പെടട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. യേശു കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ വ്യാപരിക്കട്ടെ. സ്തുതിക്കേണ്ടവർക്ക് സ്തുതിക്കുക, മഹത്വപ്പെടുത്തേണ്ടവർക്ക് മഹത്വപ്പെടുത്തുക. രാജാതി രാജാവായവൻ, പ്രഭുവായവൻ, മഹത്വത്തിന്റെ രാജാവായവൻ, താൻ മാത്രം അമർത്തതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, അതേ ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. യേശു കർത്താവ് നാമത്തിൽ ആ രക്ഷാ നായകൻ അവനെ ശ്രദ്ധിച്ചു നോക്കട്ടെ. ഇന്ന് പകൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ജനത്തിന് വേണ്ടി ദൈവപ്രവൃത്തി, കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവപ്രവൃത്തി, സഭയ്ക്ക് വേണ്ടി ദൈവപ്രവൃത്തി ഇന്ന് പകൽ വെളിപ്പെടട്ടെ. ശ്രദ്ധിച്ചു നോയിക്കേ, ശ്രദ്ധിച്ചു നോയിക്കേ. ആ കാൽവറിയെ ശ്രദ്ധിച്ചു നോയിക്കേ, യേശു കർത്താവിനെ ശ്രദ്ധിച്ചു നോയിക്കേ.
പരിശുദ്ധ ദൈവമേ, ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽ ഈ ചിന്ത പറയുക, ഒരാത്മനിയോഗം ദൈവം നൽകിയെങ്കിൽ ചില ഹൃദയങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു, ചില കണ്ണുകൾ അങ്ങയെ മാത്രം ദർശിക്കുന്നു. കൈവിടരുതേ, ചേർത്ത് പിടിക്കണമേ. ഏതെല്ലാം കണ്ണുകൾ അങ്ങയെ ശ്രദ്ധിച്ചു നോക്കുന്നു, ആ ക്രൂശിത രൂപത്തെ, ആ ആണിപ്പാടുള്ള കരത്തിലേക്ക്, കർത്താവേ, മുറിവേറ്റ കണ്ണുകളിലേക്ക്, അടിയേറ്റ കന്നങ്ങളിലേക്ക്, ഉഴവുചാല പോലെ കീറപ്പെട്ട ആ മുറിവുകളിലേക്ക് ഇന്ന് പകൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ജനത്തെ തൃപാദപീഠം ഏൽപ്പിക്കുന്നു. അങ്ങയുടെ പാദത്തിൽ അങ്ങ് നൽകിയ അധികാരത്താൽ ഏൽപ്പിച്ചു തരുന്നു. കർത്താവ്, ശ്രദ്ധിച്ചു നോക്കുക. അങ്ങ് പറഞ്ഞെങ്കിൽ അവരുടെ നോട്ടം ഇപ്പോൾ കർത്താവിനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്താട്ടെ. ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് സഭയെ സൂക്ഷിച്ചാട്ടെ, കുടുംബങ്ങളെ സൂക്ഷിച്ചാട്ടെ, അനർത്ഥം വരാതെ പരിപാലിച്ചാട്ടെ, ദൈവകൃപ പകർന്നാട്ടെ, ദുഷ്ടങ്ങളുടെ വിടുവിച്ചാട്ടെ, പൈശാചിക പോരുകളുടെ വിടുവിച്ചാട്ടെ. ജനത്തെ ചേർത്ത് നിർത്തണമേ, കൈപിടിച്ച് നടത്തണമേ. ആരെല്ലാം ശ്രദ്ധിച്ചു നോക്കുന്നോ അവർക്ക് വേണ്ടി ദൈവപ്രവൃത്തി അയക്കും. ഈ ശബ്ദം ശ്രവിക്കുന്നവരെ, തലവണയ്ക്കവരെ, സഭയാം കുടുംബത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകി തരണമേ. കൃപ കൂടെ ഇരിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥന കൈക്കൊള്ളുകയാൽ ചേർന്ന് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. ആമേൻ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം, ദീർഘായുസ്സ്, ആരോഗ്യം, അടുത്ത ദിനങ്ങളിൽ ജീവിപ്പാനുള്ള വലിയ ദൈവകൃപ നൽകുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. അങ്ങനെ നിങ്ങൾ എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമാകുന്ന യേശു മശിഹായുടെ കൃപയും പരമപിതാവാകുന്ന ദൈവത്തിൻ്റെ സ്നേഹവും നമ്മെ എല്ലാം ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ കാവലുകൾ നാം ഏവരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോട്, സഭയാം ഭവനത്തോട് കേട്ട വചനങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ വരവ് വരെ കൃപ ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തെ എല്ലാവരും ചേർന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സമാധാനത്തോടെ കടന്നു പോകാം. പ്രാർത്ഥനകളിൽ നമുക്ക് അന്യോന്യം ഓർക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. അടുത്ത ഞായർ, വെള്ളി